മാംഗല്യം. 2-3 വട്ടം ബെല്ലടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ജഗൻ കോൾ കട്ട് ചെയ്തു. ഒപ്പം ബിസി എന്ന സന്ദേശവും അവൾക്ക് കിട്ടി. നയോമിയുടെ മുഖം കൂർത്തു വന്നു. ചിലപ്പോൾ ജഗൻ എന്തെങ്കിലും തിരക്കിലായിരിക്കും. നയോമി അത് മനസ്സിലോർത്തു. ജഗന് ആ സമയം ഓഫീസിൽ തിരക്ക് നന്നേ കുറവായിരുന്നു. പക്ഷെ എന്നിട്ടും നയോമിയുടെ കോൾ എടുക്കാൻ അവന് മനസ്സ് തോന്നിയില്ല. എന്തോ ഒന്ന് അവനെ പിന്നോട്ട് വലിക്കുന്നതുപോലെ ജഗന് തോന്നി. അതേ സമയം തന്നെയായിരുന്നു പുറത്തുനിന്ന് അനുവാദം വാങ്ങി ഉണ്ണികൃഷ്ണൻ ജഗന്റെ ക്യാബിനിലേക്ക് വന്നത്. എന്നാൽ ജഗന്റെ മുഖത്തെ തെളിച്ചില്ലായ്മ കാണെ അറിയാതെ ഉണ്ണികൃഷ്ണൻ ചോദിച്ചുപോയി, എന്തുപറ്റി സർ, എന്തെങ്കിലും വയ്യായ്കയുണ്ടോ? പെട്ടെന്ന് ഉണ്ണികൃഷ്ണൻ അങ്ങനെ ചോദിച്ചതും എന്താണ് എന്ന അർത്ഥത്തിൽ ജഗൻ അവന്റെ മുഖത്തേക്ക് നോക്കി. അല്ല, സാറിന്റെ മുഖം ഭയങ്കര ഡെസ്പായിരിക്കുന്നു, എന്തൊക്കെയോ അസ്വസ്ഥതയുള്ളതുപോലെ. ഏയ്, കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്. എന്തായി, ഞാൻ പറഞ്ഞ കാര്യം അന്വേഷിച്ചോ? അന്വേഷിച്ചു സാർ. സാർ പറഞ്ഞ പയ്യന്റെ പേര് അഭിജിത്ത് എന്നാണ്. സാറിന്റെ സിസ്റ്ററും ജാൻവിയും പഠിക്കുന്ന അതേ കോളേജിൽ തന്നെയാണ് അവനും പഠിക്കുന്നത്. ചെങ്കൽ കോളനിയിലാണ് അവന്റെ താമസം. അച്ഛൻ രാജൻ കൂലിപ്പണിയാണ്, അമ്മ രമ വീട്ടമ്മ. അവർക്ക് എന്തൊക്കെയോ ആരോഗ്യ പ്രശ്നങ്ങളുള്ള സ്ത്രീയാണ്. പിന്നെ അഭിജിത്ത് പഠിക്കാൻ മിടുക്കനാണ് സർ. കോളേജിൽ പോയി അന്വേഷിച്ചപ്പോ അവനെക്കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രമേ കേട്ടിട്ടുള്ളൂ. ടീച്ചേഴ്സിനൊക്കെ വലിയ കാര്യമാണ്. അവരെല്ലാരും പറയുന്നത് അങ്ങനെ ഗുണ്ടകളുമായി വഴക്കുണ്ടാക്കാനായിട്ടുള്ള ശത്രുതയൊന്നും അവൻ ആരോടും ഇല്ലെന്നാണ്. കോളേജിൽ പോലും ഒരു ചെറിയ തല്ലുകേസോ അടിപിടിക്കേസോ അങ്ങനെ ഒന്നും തന്നെ അവന്റെ പേരിലില്ല. എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നടക്കുന്ന ഒരു പ്രകൃതമാണ്. ഓക്കെ ഉണ്ണികൃഷ്ണൻ, താൻ ഒരു വശത്തുകൂടി ഈ കേസും അന്വേഷിക്കണം. സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയണം. ഓക്കെ സർ. ഉണ്ണികൃഷ്ണൻ ക്യാബിൻ വിട്ട് പുറത്തേക്ക് പോയപ്പോൾ ജഗൻ പിന്നെയും ആലോചനകളുമായി ഇരുന്നു. പെട്ടെന്നൊരു എടുത്തുചാട്ടത്തിന്റെ പുറത്ത് നയോമിയെ വിവാഹം കഴിക്കാൻ താല്പര്യമാണെന്ന് പറഞ്ഞത് അബദ്ധമായി പോയോന്ന് അവൻ ഒരു 100 വട്ടം ചിന്തിച്ചു. ഒടുക്കം താനിത് പറഞ്ഞപ്പോ അമ്മയുടെ മുഖത്തുണ്ടായ സന്തോഷം ഓർമ്മ വന്നതും അവൻ പതിയെ തന്റെ തീരുമാനം ശരിയായിരുന്നു എന്ന രീതിയിൽ ചിന്തിച്ചു തുടങ്ങി. എല്ലാവർക്കും പ്രിയപ്പെട്ടവളാണവൾ. അതുകൊണ്ട് തന്നെ എനിക്കും അവളെ ഒരു നാൾ ഇഷ്ടമാകുമെന്ന് ജഗന്നാഥ് മനസ്സിലോർത്തു. അതേസമയം കോളേജ് കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് നടക്കുകയാണ് ജാൻവി. മിഥുവിന്റെ വീട്ടിൽ നിന്ന് അവളെ വിളിക്കാൻ കാർ വന്നതുകൊണ്ട് അവൾ വീട്ടിലേക്ക് പോയിരുന്നു. ഹോസ്റ്റലിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞതാണ്. താനാണ് സമ്മതിക്കാതിരുന്നത്. ഇനി ഡ്രൈവർ ജഗന്റെ കമ്പനിയാണെങ്കിൽ ഇതും കൂടി അറിഞ്ഞ് വെറുതെ മിഥുവിനെ വീണ്ടും വഴക്ക് കേൾപ്പിക്കണ്ടല്ലോ എന്ന് കരുതി ജാനി. ഹോസ്റ്റലിൽ പോയി ഒന്ന് ഫ്രഷായ ശേഷം അവൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തയ്യാറെടുത്തു. പോകുന്ന വഴി അബിയുടെ അമ്മയ്ക്കും അച്ഛനും രാത്രി കഴിക്കാനുള്ള ഭക്ഷണവും വാങ്ങി. അവിടെ ചെന്നപ്പോൾ അവളെ കാത്തിരുന്നത് മറ്റൊരു സന്തോഷവാർത്തയായിരുന്നു. അത് വേറൊന്നുമല്ല, അബിയെ ICUവിൽ നിന്ന് നാളെ റൂമിലേക്ക് മാറ്റൂന്ന്. അന്നു വൈകുന്നേരം ജാനിയും കയറി കണ്ടു അബിയെ. അവൻ അവളോട് കോളേജിലെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോഴേക്കും നേഴ്സ് വന്നു. അധികം സംസാരിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അബിയെ നോക്കി ഒന്ന് പോയി വരാന്ന് കണ്ണു കാണിച്ച് അവൾ ICUവിന് പുറത്തേക്ക് ഇറങ്ങി. മോൾക്ക് ബുദ്ധിമുട്ടായല്ലേ, കോളേജും ആശുപത്രിയും എല്ലാം കൂടി? അബിയുടെ അമ്മ രമ ജാനിയെ നോക്കി ചോദിച്ചു. ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ അവൻ എനിക്ക് എന്റെ കൂടപ്പിറപ്പിനെ പോലെയാണെന്ന്. സ്വന്തം കൂടപ്പിറപ്പിന് ഒരു സഹായം ചെയ്യുമ്പോ അതാർക്കെങ്കിലും ബുദ്ധിമുട്ടാവുമോ? അമ്മ ഇങ്ങനെ പറയുമ്പോഴാണ് എനിക്ക് ബുദ്ധിമുട്ടാകുന്നത്. തമാശ പോലെ അവരോട് ജാനി പറഞ്ഞു. മോളെ, മോളോടൊരു കാര്യം പറയാൻ മറന്നുപോയി. ഇന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കുറച്ച് പോലീസുകാരോട് വന്നിരുന്നു. അബിയുടെ മൊഴിയെടുക്കാനാണെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ ഡോക്ടറോട് അനുവാദം ചോദിച്ച് അകത്ത് കയറി. അബിയെ കണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചോദിച്ചിട്ട് പോയി. പിന്നെ ഞങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. ഇന്നലെ വൈകിട്ട് ഇവിടെ ഗുണ്ടകൾ വന്നില്ലേ, അതിനെപ്പറ്റിയൊക്കെ ചോദിച്ചു. അവൾ പ്രതീക്ഷിച്ചിരുന്നതാണ് പോലീസുകാരുടെ ഈ വരവ്. മറുപടിയായി ജാനി ഒന്നും മൂളി. ജയന്റെയും മാനസിയുടെയും സ്വാധീനം ജാനിക്ക് നന്നായി അറിയാവുന്നതാണ്. ഈ കേസിൽ തങ്ങൾ പിടിക്കപ്പെടുമെന്ന് തോന്നിയാൽ ഏതറ്റം വരെയും പോകാൻ മടിക്കില്ലവർ. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു നീതി അവൾ പ്രതീക്ഷിക്കുന്നതുമില്ല. എന്തൊക്കെയോ ആലോചനകളുമായി ICUവിന് മുൻപിലെ ബെഞ്ചിലിരിക്കുമ്പോഴാണ് ആരോ തന്നെ ശ്രദ്ധിക്കും പോലെ ജാൻവിക്ക് തോന്നിയത്. ചിലപ്പോൾ അത് തന്റെ തോന്നലാകുമെന്ന് കരുതി അവൾ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാത്തതുപോലെയിരുന്നു. എന്നാൽ ഗുണ്ടകളെന്ന് തോന്നുന്ന 1-2 പേര് തന്റെ അടുത്തേക്ക് നടന്നു വരുന്നത് കണ്ടതും ജാനി തനിക്ക് തൊട്ടരികിലിരുന്ന ഹാൻഡ് ബാഗ് കയ്യിൽ എടുത്തുകൊണ്ട് പതിയെ മുൻപോട്ട് നടന്നു. അവൾ നടന്നെന്ന് കണ്ടതും അവർ അവൾക്ക് പിന്നാലെ ഓടി. ഇനി എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ജാനിയും മുന്നോട്ടോടി.
അവളുടെ ഹൃദയം ക്രമാതീതമായി മിടിച്ചു. അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് ഹൃദയം സൂചന നൽകി. എന്നിട്ടും അവൾ തളർന്നില്ല. മുന്നോട്ട് ഓടിപ്പോയി. ഓടി ഓടി ജാനി ആശുപത്രിയുടെ പുറത്തേക്കിറങ്ങി. അവൾക്ക് പിന്നാലെ തന്നെ അവരും ഉണ്ടായിരുന്നു. അവരുടെ കണ്ണിൽപ്പെടാതെ ഒരുവിധം അവൾ ഹോസ്റ്റലിലേക്ക് പോകാനുള്ള ബസ്സിൽ കയറി. ബസ്സിലിരിക്കുമ്പോഴും അകാരണമായ ഭയം അവളെ പൊതിഞ്ഞു. എങ്ങനെയോ ഒരുവിധം അവൾ ഹോസ്റ്റലിലെത്തി. ഹോസ്റ്റലിലേക്കുള്ള വഴി പകുതി വരെ അവളെ പിന്തുടർന്ന അവർക്ക് പെട്ടെന്ന് അവളെ മിസ്സായി. ആ ദേഷ്യത്തിൽ സ്റ്റീഫൻ അവന്റെ ഒപ്പമുണ്ടായിരുന്ന മറ്റൊരുവന്റെ കർണത്തടിച്ചു. നിങ്ങൾ ഇത്രയും പേരിവിടെ ഉണ്ടായിട്ട് അവൾ എങ്ങോട്ടേക്കാണ് പോയതെന്ന് നോക്കാൻ ആർക്കും പറ്റിയില്ലല്ലേ? അതും ഒരു പീറ പെണ്ണ്. നാണമില്ലടാ നിനക്കൊക്കെ. ഇനി ആ ജെയിൻ സാർ വിളിക്കുമ്പോ ഞാൻ എന്തോ മറുപടി പറയും? സ്റ്റീഫൻ സ്വയം ആലോചിച്ചു. അതേ സമയത്ത് തന്നെയാണ് സ്റ്റീഫന്റെ ഫോണിലേക്ക് ജെയിന്റെ കോൾ എത്തിയത്. എന്താ സ്റ്റീഫ, ജാൻവിയെ കണ്ടെത്തിയോ? ഇല്ല സാർ, പരിങ്ങലോടെ സ്റ്റീഫൻ പറഞ്ഞു. ഇത്തിരി പോന്നൊരു പെണ്ണിനെ പിടിക്കാൻ നിന്നെപ്പോലെ 4-5 തടിമാടന്മാർക്ക് ഇനിയും സമയം വേണോ? അവനോട് രോഷത്തോടെ ജെയിൻ സാർ, ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയപ്പോ അവിടെ വെച്ച് ജാൻവിയെ കണ്ടതാണ്. പക്ഷെ ഞങ്ങളെ കണ്ടതും ആ കുട്ടി ഇറങ്ങി ഓടി. ഞങ്ങൾ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. കുറച്ചു മുമ്പാണ് അവൾ ഞങ്ങളുടെ കണ്ണിൽ നിന്ന് മിസ്സായത്. നിങ്ങളിപ്പോ എവിടെയായിട്ടാണ് നിൽക്കുന്നത്? ഞങ്ങളിപ്പോ അവരുടെ കോളേജ് ഹോസ്റ്റലിന്റെ അടുത്താണ്. എങ്കിൽ ഉറപ്പായും ജാൻവി കോളേജ് ഹോസ്റ്റലിൽ ഉണ്ടാകും. അവൾ വീട്ടിലേക്ക് വന്നെങ്കിലും ഇതുവരെയും ഹോസ്റ്റൽ റൂം വെക്കേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും. ഇന്ന് രാത്രി മുഴുവൻ നിങ്ങൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്യുക. നാളെ രാവിലെ എന്തായാലും കോളേജിലേക്ക് പോകാൻ വേണ്ടി അവൾ ഇറങ്ങി വരുമല്ലോ. ആ സമയത്ത് അവളെ കയ്യോടെ പിടികൂടിക്കൊണ്ടുവരണം. ഇനി അവൾ പുറം ലോകം കാണില്ല. ഓക്കെ സർ. സ്റ്റീഫൻ ഫോൺ വെച്ചു. അപ്പോഴേക്കും മറ്റൊരുവൻ അവന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, ജെയിൻ സാർ എന്തു പറഞ്ഞുവെന്ന്. സാറ് പറയുന്നത് അവൾ ഈ ഹോസ്റ്റലിൽ കാണുന്ന. നമുക്കെന്തായാലും ഇന്നിവിടെ വണ്ടിയിൽ വെയിറ്റ് ചെയ്യാം. എന്തായാലും നാളെ രാവിലെ അവൾ കോളേജിലേക്ക് പോകാൻ ഇറങ്ങുമല്ലോ. അപ്പോൾ നമുക്ക് അവളെ പിടികൂടാം. സ്റ്റീഫൻ പറഞ്ഞത് അവന്റെ ശിങ്കിടികൾ അതേപടി അനുസരിച്ചു. ആ രാത്രി മുഴുവനും അവർ അവളുടെ ഹോസ്റ്റലിന്റെ മുൻപിൽ വണ്ടിയിൽ കഴിച്ചുകൂട്ടി. അതേസമയം ഹോസ്റ്റലിലേക്ക് കയറിയ ജാനിക്ക് ശ്വാസം കിട്ടുന്നില്ല. അവൾ ശ്വാസം എടുക്കാൻ കഴിയാതെ പിടഞ്ഞു. എങ്ങനെയോ ഊട്ടിപ്പിടഞ്ഞ് ഒരുവിധം റൂമിലെത്തി. അല്പം വെള്ളം കുടിച്ചപ്പോഴാണ് അവൾക്ക് ആശ്വാസമായത്. നെഞ്ചിൽ കൈവച്ച് അവൾ കുറെ അധിക നേരം ബെഡിൽ തന്നെ അതേ ഇരിപ്പിരുന്നു. അമ്മയുടെ ആളുകൾ തന്നെ കണ്ടിട്ടുണ്ട് മുമ്പ്. ഒരിക്കൽ ഓഫീസിലെന്തോ പ്രശ്നം നടന്നപ്പോ ഇവർ തന്റെ വീടിന്റെ മുൻപിൽ നിൽക്കുന്ന രംഗം അവൾക്ക് ഓർമ്മ വന്നു. അവൾക്ക് സങ്കടം വന്നു. ആരോടാണെന്ന് പറയുക? ആരാണ് ഈ സമയം തന്നെ സഹായിക്കാനുള്ളത്? ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടാണ്ട് അവൾ മിഥുവിനെ വിളിച്ചു. പക്ഷേ മിഥു കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഹോസ്റ്റൽ റൂമിൽ ആ രാത്രി എങ്ങനെയോ അവൾ തള്ളി നീക്കി. നാളെ കോളേജിലേക്ക് പോകാൻ അവൾക്ക് നല്ല ഭയമുണ്ടായിരുന്നു. തന്നെ ആരെങ്കിലും കണ്ടുപിടിക്കുമോ? അല്ലെങ്കിൽ അമ്മയുടെ ഗുണ്ടകൾ തന്നെ അന്വേഷിച്ച് ക്ലാസ്സിലേക്ക് കയറി വരുമോ? അങ്ങനെ നൂറുകെട്ടും ചിന്തകളോടെയാണ് ആ പുലർച്ചെ അവൾ എഴുന്നേറ്റത്. കൃത്യം രാവിലെ തന്നെ മിഥുവിന്റെ ഫോൺ കോള് അവളെ തേടിയെത്തി. നീ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിരുന്നോ ജാനി? ഇന്നലെ എനിക്ക് നിന്നെ കോൾ ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ കുറച്ച് തിരക്കായിരുന്നു. ചേട്ടന്റെ വിവാഹം ഏകദേശം ഫിക്സ് ചെയ്തു. ആണോ? അത്രമാത്രമേ ജാനി ചോദിച്ചുള്ളൂ. അവൾക്കതൊന്നും കേൾക്കാനുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിനു പറ്റിയ മാനസികാവസ്ഥയുമായിരുന്നില്ല. ഞങ്ങളുടെ ഇവിടുത്തെ MLA വിശ്വനാഥൻ സാറിന്റെ മകൾ നയോമിയാണ് ഏട്ടന്റെ വധു. ഒരു മൂടൽ മാത്രം ജാനിയുടെ ഭാഗത്തുനിന്ന് കേട്ടതും മിഥു ഒരു വേള സംശയിച്ചു. അവൾക്ക് മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അത് ചോദിക്കുകയും ചെയ്തു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ജാനി? ഉണ്ടെങ്കിൽ പറ. മിഥു, ഇന്നലെ ഞാൻ ആശുപത്രിയിൽ നിൽക്കുന്ന സമയത്ത് അമ്മയുടെ ആളുകൾ എന്നെ കണ്ടു. അവർ 3-4 പേരുണ്ടായിരുന്നു. അവരെന്റെ പിന്നാലെ ഓടി. ഞാനും ഓടി ഓടി ഒരുവിധം ഞാൻ എങ്ങനെയോ ഹോസ്റ്റലിലെത്തി. എനിക്ക് പേടിയാവുകയാണ് മിഥു, ഞാൻ ഇവിടേക്കാവും വന്നത്. എന്നവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അവരിവിടെ നിന്നും പോയിട്ടുണ്ടാവില്ല. ഇവിടെ എവിടെയെങ്കിലും എന്നെ വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരിക്കും. മിഥു കുറേ നേരം ആലോചനയോടെ നിന്നു. വല്ലാത്തൊരു പ്രതിസന്ധിയിലാണല്ലോ ഈശ്വര നീ ഞങ്ങളെ ഇവിടെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. മനസ്സിൽ ദൈവത്തോട് ചോദിച്ചു മിഥു. ജാനി, നീ ഒരു കാര്യം ചെയ്യാമോ? നമ്മുടെ തൊട്ടപ്പുറത്തെ റൂമിലെ ആഭിയ ഇല്ലേ, അവളോട് ഒരു പർദ്ദ വാങ്ങ. എന്നിട്ട് അതിട്ടുകൊണ്ട് നീ കോളേജിലേക്ക് വാ.
കോളേജിനകത്ത് കയറിയിട്ട് ഡ്രസ്സ് മാറാം. കേട്ടപ്പോൾ ഐഡിയ നല്ലതാണെന്ന് ജാനിക്ക് തോന്നി. മിതു പറഞ്ഞ പോലെ തന്നെ ജാനി ആബിയ കോളേജിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അവളുടെ റൂമിന്റെ വാതിലിൽ തട്ടി. വല്ലാത്തൊരു ഭാവത്തിൽ ജാനിയെ കണ്ടതും ആബിയക്ക് ടെൻഷനായി. എന്തുപറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് കുറെ കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. അവൾ മുഴുവൻ കാര്യങ്ങളും പറയാതെ ചില കാര്യങ്ങൾ മാത്രം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് വീട്ടിൽ നിന്നും ഇങ്ങനെ അമ്മയുടെ ആളുകൾ അവളെ തിരിഞ്ഞു നടക്കുന്നുണ്ടെന്നും അതുകൊണ്ട് മുഖം മറിച്ച് പുറത്തേക്കിറങ്ങാൻ അവിടെ ഒരു പർദ്ദ വേണമെന്നും പറഞ്ഞു. സന്തോഷത്തോടെ ആബിയ അവൾക്കൊരു കറുത്ത പർദ്ദ നൽകി. ജാനി അതുമായി നേരെ റൂമിലേക്ക് പോയി. കോളേജിൽ പോകാൻ റെഡിയായി. അതിനു മുകളിൽ കൂടി ഒരു പർദ്ദയും ഇട്ട് പുറത്തേക്കിറങ്ങി. എന്നാൽ പുറത്തേക്കിറങ്ങിയ ജാൻവിയുടെ കണ്ണുകൾ വിഴിഞ്ഞുപോയി. ഇന്നലെ തന്നെ അന്വേഷിച്ച് ഹോസ്പിറ്റലിലേക്ക് വന്ന അതേ ആളുകൾ ഹോസ്റ്റലിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ബ്ലാക്ക് കാറിൽ ഇരിക്കുന്നു. അതുവഴി ഇതുവഴിയും പോകുന്ന കുട്ടികളോടൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അവർ ജാൻവിയുടെ ടെൻഷൻ കൂടി. അവൾ പർദ്ദയിൽ വിരൽ മുറുക്കി പിടിച്ചു. എന്തു വന്നാലും നേരിടണം എന്ന വിശ്വാസത്തോടെ അവൾ മുന്നോട്ട് നടന്നു. പക്ഷെ അവളെ കണ്ടപ്പോൾ അവരൊന്നും ചോദിച്ചില്ല. കാരണം അവർക്ക് അവളുടെ കണ്ണുകൾ മാത്രമേ ആ സമയം കാണാൻ പറ്റുള്ളൂ. പക്ഷെ അവൾ നടന്നുപോയി കഴിഞ്ഞപ്പോൾ അവരവളെ എന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കുന്നത് കേട്ടു. അതിനൊന്നും ചെവി കൊടുക്കാതെ ജാനി കോളേജ് ഗേറ്റിന്റെ അടുത്തേക്ക് കയറി. അവൾക്ക് അല്പം ആശ്വാസം തോന്നി. അവളെ പ്രതീക്ഷിച്ചതുപോലെ അവർ സ്ഥിരം നിൽക്കാറുള്ള സ്ഥലത്ത് മിതു ഉണ്ടായിരുന്നു. മിതുവിനെ കണ്ടതും ജാനി വേഗം അവൾക്കരികിലേക്ക് നടന്നു. എന്തായി? നിന്നെ അന്വേഷിച്ച് അവർ ഹോസ്റ്റലിന്റെ വാതിക്കൽ ഉണ്ടായിരുന്നോ? അതേ മിതു. ഒരുപക്ഷെ ഇന്നീ പർദ്ദയിടാതെ ഞാൻ ആ ഹോസ്റ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ ഉറപ്പായും അവർ എന്നെ പിടികൂടി വീട്ടിൽ കൊണ്ട് എത്തിച്ചേനെ. അമ്മയ്ക്കും അച്ഛനും ഇപ്പോൾ എന്നോട് നല്ല ദേഷ്യം ഉണ്ടാകും. അവരുടെ കണ്ണു വെട്ടിച്ച് വീട്ടിൽ നിന്ന് ചാടിയതല്ലേ. അതുകൊണ്ട് ഇനി എന്നെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കൊല്ലാൻ പോലും മടിക്കില്ലവർ. ജാനി പറഞ്ഞു നിർത്തിയപ്പോൾ അവളെ ഒരു നെടുവീർപ്പോടെ നോക്കി മിതു. എങ്ങനെ നമ്മൾ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്തും ജാനി? ആശങ്കയോടെ മിതു ജാനിയോട് ചോദിച്ചു. ആ സമയം മിതുവിനും ജാനിക്കും ഒരുപോലെ ഭയം തോന്നി. ജാനി, ഞാനാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം എന്റെ ഏട്ടനോട് പറയട്ടെ. ഏട്ടനോട് പറഞ്ഞ് നിനക്കൊരു പ്രൊട്ടക്ഷൻ അറേഞ്ച് ചെയ്യാം. എന്തായാലും ഏട്ടനൊരു പോലീസ് ഓഫീസറല്ലേ. നോക്ക് മിതു, അന്നേ ഞാൻ പറഞ്ഞതാ ഇനി ഈ കാര്യങ്ങളിലേക്ക് നിന്റെ ഏട്ടനെ വലിച്ചിഴക്കരുതെന്ന്. എടി, നീ കരുതും പോലെ എന്റെ ഏട്ടൻ അത്ര മൂരാച്ചൊന്നുമല്ല. നല്ല സ്വഭാവമാണ്. നിന്നോട് മാത്രം എന്താണ് ഏട്ടൻ ഇങ്ങനെയൊക്കെ പെരുമാറിയതെന്ന് എനിക്കറിയില്ല. എന്റെ അറിവിൽ ഏട്ടൻ നിന്നോട് മാത്രമേ ഇത്രയും ദേഷ്യം മനസ്സിൽ വെച്ച് സംസാരിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാവരോടും എത്ര കൈൻഡാണെന്നറിയാമോ? അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ തല പൊട്ടി പിളർന്നു പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് നിന്റെ ഈ ഏട്ടൻ പുരാണം ഒന്ന് നിർത്തുമിതു. നിന്റെ ഏട്ടൻ എന്നെ കണ്ണിന് കണ്ടൂടാ, എനിക്ക് തിരിച്ചും. ജാനി അതും പറഞ്ഞുകൊണ്ട് മരച്ചുവട്ടിൽ വട്ടത്തിൽ കെട്ടിയ സിമെന്റ് തറയിലേക്ക് ഇരുന്നു. ഇന്ന് വീട്ടില് പൂരിയും കിഴങ്ങറിയുമായിരുന്നു. നിനക്ക് ഭയങ്കര ഇഷ്ടമല്ലേ പൂരി? നമുക്ക് ക്യാൻറ്റീനിൽ പോയിരുന്ന് കഴിക്കാം. ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാ വന്നേ. ജാനി മിതുവിനോടൊപ്പം ക്യാൻറ്റീനിൽ പോയിരുന്നു. അവൾ കൊണ്ടുവന്ന ആഹാരം കഴിച്ചു. സത്യത്തിൽ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഗുണ്ടകൾ കണ്ടുപിടിക്കുമോ എന്ന ടെൻഷനിൽ പച്ചവെള്ളം പോലും ജാനി കുടിച്ചിരുന്നില്ല. അതുകൊണ്ട് മുഴുവൻ ഭക്ഷണങ്ങൾ കഴിച്ചു. നേരെ ക്ലാസ്സിലേക്ക് കയറി. ക്ലാസ് കഴിഞ്ഞ് മിതു വീട്ടിലേക്ക് പോയപ്പോൾ ജാനി നേരെ പോയത് ഹോസ്പിറ്റലിലേക്കാണ്. ഐസിന്റെ മുമ്പിൽ രമ്യെ കാണാതായതോടെ അവൾ അവരെ വിളിച്ചു. മോളെ, അഭിയെ റൂമിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. മോൾ ഇങ്ങോട്ട് വരുവോ? അത് ചോദിക്കുമ്പോഴേക്കും ജാനിക്ക് റൂം നമ്പർ കൂടി പറഞ്ഞു കൊടുത്തു രമ. അവൾ അകത്തേക്ക് ചെല്ലുമ്പോൾ മരുന്നിന്റെ ക്ഷീണം കാരണം അഭി മയങ്ങുകയായിരുന്നു. എന്തുപറ്റി മോളെ, രാവിലെ കണ്ടില്ല? രമ്യ അവളോട് ചോദിച്ചു. അത് പരീക്ഷ എടുക്കാറായില്ലേ അമ്മേ, അതുകൊണ്ട് കുറെ പഠിക്കാനുണ്ട്. അതാ ഞാൻ രാവിലെ വരാഞ്ഞേ. റൂമിലേക്ക് മാറ്റിയപ്പോഴേക്കും അഭി തിരക്കിയത് നിങ്ങളെ രണ്ടുപേരെയാണ്. അത്യധികം സന്തോഷത്തോടെ രമ പറഞ്ഞു. പിന്നെയും അല്പനേരം കഴിഞ്ഞാണ് അഭി കണ്ണുകൾ തുറന്നത്. ജാനിയെ കണ്ടതും അവന് വല്ലാത്ത സന്തോഷം തോന്നി. അവൻ മിതുവിനെ അന്വേഷിച്ചു. അവളിപ്പോ വീട്ടിൽ നിന്ന് വന്നു പോവാണെന്ന് ജാനി പറഞ്ഞു. പെട്ടെന്ന് തന്നെ ജാനി ഫോൺ എടുത്തു. മിതുവിനെ വീഡിയോ കോൾ ചെയ്തു. ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരുന്നതിനാൽ അപ്പോൾ തന്നെ മിതു കോൾ എടുത്തു. സ്ക്രീനിൽ അഭിയുടെ ചിരിച്ച മുഖം കണ്ടപ്പോൾ മിതുവിന് കണ്ണു നിറഞ്ഞു. നീ ചത്തില്ലേടാ? അവൾ കളിയായി അവനോട് ചോദിച്ചു. അന്ന് പതിവില് നേരത്തെ ജഗൻ വീട്ടിലെത്തി. അവൻ മുകളിലെ നിലയിലേക്ക് കയറുമ്പോൾ കാണുന്നത്
മിതു പുറംതിരിഞ്ഞു നിന്ന് ആരോട് സംസാരിക്കുന്നതാണ്. സ്റ്റെപ്പ് കുറച്ചുകൂടി കയറിയപ്പോൾ ആ സ്ക്രീൻ അവൻ വ്യക്തമായി കണ്ടു. ഫോണിൽ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ. അവന് തൊട്ടടുത്ത് ചിരിയോടെ ജാനി. ഇരുവരും മിഥുവിനോട് സംസാരിക്കുകയാണ്. ഒരു വേള ജാനിയുടെ നോട്ടം മിഥുവിന് പിന്നിൽ നിൽക്കുന്ന ജഗനിലേക്ക് നീണ്ടു. ആ സമയം ജഗനെ നോക്കിയത് ജാനിയുടെ മുഖത്തേക്കാണ്. ഇരുവരുടെയും നോട്ടം തമ്മിലിടഞ്ഞു. പെട്ടെന്ന് ജാനി കോൾ കട്ടാക്കി കളഞ്ഞു. തുടരും. കഥ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് തരാൻ മറക്കല്ലേ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിന്ദ. താങ്ക് യു.